മുപ്പത്തിയൊമ്പതാം ദിവസം പ്രതികാരം. അപമാനിക്കപ്പെടുമ്പോഴോ വഞ്ചിക്കപ്പെടുമ്പോഴോ പകരം വീട്ടാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. എന്നാൽ പ്രതികാരം എന്നത് കുടിക്കുന്നവനെ തന്നെ കൊല്ലുന്ന വിഷം പോലെയാണ്. ന്യായവിധി നടത്താനുള്ള അധികാരം മനുഷ്യനല്ല, മറിച്ച് ദൈവത്തിനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, മറിച്ച് അത് ദൈവക്രോധത്തിന് വിട്ടുകൊടുക്കുക. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. റോമാലേഖനം 12-ാം അധ്യായം 19-ാം വാക്യം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. റോമാലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? പ്രതികാരം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് സ്വയം ഉയരുകയാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ധീരത. അല്പം മനഃശാസ്ത്രം. ദ റിവെഞ്ച് പാരഡോക്സ്. മനഃശാസ്ത്രപരമായി പ്രതികാരം ചെയ്യുന്നത് താൽക്കാലികമായ ഒരു തൃപ്തി നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഹാനികരമാണ്. റൂമിനേഷൻ. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ആ പഴയ മുറിവിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് മുറിവ് ഉണങ്ങുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. പക കൊണ്ട് നടക്കുന്നവരുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിക്കുകയും ഇത് ഹൃദയമിടിപ്പ് കൂടുന്നതിനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ക്ഷമിക്കുക എന്നത് ബലഹീനതയല്ല, മറിച്ച് ആ സംഭവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം മോചിതനാകാനുള്ള മനക്കരുത്താണ്. പ്രതികാരം എങ്ങനെ ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ഭാവി തകർക്കുന്നു എന്നതിന് 2026 ജനുവരിയിൽ തന്നെ കൊച്ചിയിൽ നടന്ന ഈ സംഭവം ഒരു വലിയ പാഠമാണ്. കൊച്ചിയിലെ ഒരു പ്രാദേശിക സ്പോർട്സ് ക്ലബിലെ 2 യുവജന സംഘങ്ങൾ തമ്മിൽ കളിക്കളത്തിൽ വെച്ച് ചെറിയൊരു തർക്കമുണ്ടായി. ഇതിൻ്റെ പേരിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിലെ ഒരു യുവാവിനെ പരസ്യമായി അപമാനിച്ചു. ഇത് പ്രതികാരം ചെയ്യാൻ മറുഭാഗം ആസൂത്രിതമായി നടത്തിയ തിരിച്ചടിയിൽ ഒരു യുവാവിന് മാരകമായി പരിക്കേൽക്കുകയും 3 പേർ ജയിലിലാകുകയും ചെയ്തു. ജനുവരി 28 നടന്ന ഈ സംഭവത്തിൽ പ്രതികാരം ചെയ്ത യുവാക്കൾക്ക് അവരുടെ പഠനവും ജോലി സാധ്യതകളും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പ്രതികാരം ചെയ്യുന്നതിലൂടെ തങ്ങൾ ജയിച്ചു എന്ന് അവർ കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ 2 കൂട്ടരും ഒരുപോലെ തോറ്റുപോയി. പ്രതികാരം പുതിയൊരു തകർച്ചയ്ക്ക് കാരണമാകുമ്പോൾ നീതിയും വിവേകവും സമാധാനത്തിന് വഴിതെറുക്കുന്നു. പ്രതികാര ചിന്തയെ മറികടക്കാൻ ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം. കാത്തു നിൽക്കുക. ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ 24 മണിക്കൂർ സമയം എടുക്കുക. ആ സമയം കൊണ്ട് നിങ്ങളുടെ ചിന്താഗതി മാറിയേക്കാം. രണ്ടാമതായി, പ്രാർത്ഥിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ പകയുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായി, ക്ഷമിക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. കൊളോസസ് 3:13. ക്ഷമ എന്നത് ആ വ്യക്തിയോട് ചെയ്യുന്ന ദയയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിനായി നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. പ്രതികാരം ചെയ്യുന്നത് മറ്റൊരാളെ തോൽപ്പിക്കാനായിരിക്കാം, എന്നാൽ ക്ഷമിക്കുന്നത് നമ്മെ തന്നെ ജയിക്കാനാണ്. ഒരു കല്ല് എറിയുന്നതിനേക്കാൾ വലിയ ശക്തി ആ കല്ല് താഴെ ഇടുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.